എല്ലാവർക്കും ആഷ്ബി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് വരുന്നൊരു ഡിസൈനാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ട് വേണ്ടത് പിസ്തയുടെ ഷെല്ലാണ്, പിന്നെ സിൽക്ക് ത്രെഡ്, വൈറ്റ് കളറിലെ ആങ്കർ ത്രെഡ്, പിങ്ക് കളറിലെ ആങ്കർ ത്രെഡ്. ഇതുപോലെ ആദ്യം നമ്മൾ പശ തേച്ചിട്ട് പിസ്ത ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇത് പിക്ചർ കണ്ട പോലെയുള്ള ഡിസൈനല്ലേ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. തണ്ടിന് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഞാൻ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സൂചി നൂലും എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് രണ്ട് നൂലും ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് സെൻറ്ററിലായിട്ട് വേണം കുത്താനായിട്ട്. കുത്തിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെമ്മിൻ്റെ ഷേപ്പിൽ കിട്ടും. നല്ല ഉരുണ്ടുള്ള ഷേപ്പ് നമുക്ക് താഴേക്ക് കിട്ടിപ്പോകുന്നത്. ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും 6 സ്ട്രാൻഡ്സിൽ തന്നെ എടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ചെയ്ത് താഴേക്ക് പോരണം. ഇനി നമ്മൾ ചെയ്യുന്നത് ലീഫാണ് ചെയ്യുന്നത്. ലീഫിന് ഞാൻ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീഫ് ആങ്കർ ത്രെഡ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 4 സ്ട്രാൻഡ്സ് എടുത്താൽ മതിയാവും. നമ്മൾ സൂചി നൂലും എടുത്തിട്ട് ആദ്യം താഴേക്കൊരു നീളത്തിലൊരു ലൈൻ മാതിരി സൂചി നൂലും കുത്തിയിറക്കും. എന്നിട്ട് തൊട്ടിപ്പുറത്തായിട്ട് വീണ്ടും കുത്തിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ത്രെഡിൻ്റെ അടിയിലായിട്ട് വേണം അടുത്ത ത്രെഡ് കുത്താനായിട്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടും പെട്ടെന്ന്. ഇത് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ലീഫാണ്. ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ പിസ്തയുടെ ഷെല്ലാണ് യൂസ് ചെയ്യുന്നത്. പിസ്തയുടെ ഷെല്ല് ഇതുവരെ അങ്ങനെ വേറെ ആരും ഇതുപോലുള്ളൊരു ഡിസൈൻ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു, ഇതുവരെ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പിസ്തയുടെ ഷെല്ലൊക്കെ കയ്യിലുള്ളവരൊക്കെ ഇതുപോലൊരു ഡിസൈനൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഓവറോൾ ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്കത് പിസ്തയുടെ ഷെല്ലാണെന്ന് തോന്നുകയില്ല. ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ അത് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആങ്കർ ത്രെഡ് ഞാൻ 3 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ എന്താ പറയുക, നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 സ്ട്രാൻഡ്സിൽ എടുത്തിരിക്കുന്നത്. സിക്സ് സ്ട്രാൻഡ്സിലൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടി പോലെ തോന്നും. നമ്മൾ പിസ്തയുടെ മുകളിൽ നമ്മുടെ ത്രെഡ് വരുമ്പോൾ കുറച്ച് കട്ടി പോലെ തോന്നും. ഇതാകുമ്പോൾ നല്ലൊരു ഭംഗിക്ക് അങ്ങനെ ഇരുന്നോളൂ. ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ വേണം നമ്മളിത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്.
കാണാത്ത വിധത്തിൽ വേണം നമ്മളത് ഫുള്ള് ഫില്ല് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ 2 സ്ട്രാൻഡ്സിലാണ് ഞാൻ ആങ്കർ ത്രെഡ്, വൈറ്റ് കളറിലെ ആങ്കർ ത്രെഡ് എടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ എന്താ പറയുക, മൊട്ട് പോലെയാണ് നമ്മളിപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പൂക്കളുടെ മൊട്ട് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വൈറ്റ് കളറിലെ ഒരു ഷെയ്ഡ് അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ആ പൂവിൻ്റെ കളർ കാണണം നമുക്ക്. അപ്പോൾ അത്ര ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ വൈറ്റ് കളറിലെ ത്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിസ്റ്റാഡിയോ ഷെൽ എല്ലാവരുടെയും കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇനി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു നെറ്റ് ചെയ്ത് കൊടുക്കണം. ആ പൂമൊട്ടിൻ്റെ നെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ലേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2 സൈഡിൽ കുത്തിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഓവറോൾ നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഔട്ട്ലുക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇന്നെന്താ, എല്ലാത്തിലുപരി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you.